നമസ്കാരം. ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരുക്കമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ചില സൈഡിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊങ്ങി വരുന്ന ചില വാർത്തകളുണ്ട്. അതിലൊന്നാണ് ഉത്തരേന്ത്യയിൽ പാസ്റ്റർമാർക്ക് തല്ല് കിട്ടുന്നതായിട്ടുള്ള വാർത്തകൾ. അത് ഇരട്ടിക്കിരട്ടി പൊലിപ്പിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നിഷ്കളങ്കരെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പത്രക്കാരടക്കമുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമുണ്ടല്ലോ, അപ്പോൾ ഏത് മതവും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റി ഇവരാരും മിണ്ടാറില്ല. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഭാഷാ സ്വാതന്ത്ര്യം, പ്രസംഗ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമെങ്കിലും ഇതിനൊക്കെ തീർച്ചയായിട്ടും ഒരു പരിധിയുണ്ട്. പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം ലോകത്തൊരിടത്തുമില്ല. എല്ലാ സ്വാതന്ത്ര്യത്തിനും പരിധിയുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടം വരെ നിന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം, എനിക്കെതിരെ പറയാനേ ഒരാൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ, എൻ്റെ മൂക്കയെ തൊട്ടുകൊണ്ട് പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ കണക്കാണ് എല്ലാ കാര്യത്തിലും. മതം പ്രചരിപ്പിക്കാം, തൻ്റെ മതമാണ് നല്ലതെന്നും നിങ്ങളുടെ മതം കൊള്ളില്ല എന്നും ഒക്കെ പറയാം അതാതിടങ്ങളിൽ. മറിച്ച് എൻ്റെ വീട്ടിൽ കയറി വന്നെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഇത് തന്നെയാണ് മറ്റു മതസ്ഥരുടെ ആരാധന നടത്തുന്ന സ്ഥലത്ത് ആ പ്രദേശത്ത് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ തല്ലി കിട്ടും. ഞാൻ ചെറിയൊരു സാമ്പിൾ സാധനം കാണിച്ചു തരാം. തൊട്ടുപുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ്. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുതീ പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ തുറക്കും. ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ച് ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. എന്ത് വില കൊടുത്തും പിശാചിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കാം. ഭാരതത്തിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി ഉത്തരാഞ്ചലിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുക, ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് കാണുന്ന ക്രിസ്ത്യാനികൾ പോലും പറയും ഇവനിട്ട് 2 കിട്ടിയാലും അത് നന്നായി പോയെന്ന്. ഇതാണ് ഇവറ്റകൾ അവിടെ ചെയ്യുന്ന പരിപാടി. എങ്ങനെ താടിക്ക് തട്ട് കിട്ടായിരിക്കും? നിങ്ങൾ തന്നെ പറ. ഒരു വിഭാഗം ആളുകൾ അവർ വലിയ പവിത്രമായി കാണുന്നൊരു സ്ഥലത്ത് പോയി, നദിയെപ്പോലും അവർ ആ പവിത്രതയോടെ കാണും. അവിടെ പോയിട്ട് അവിടെ ചെകുത്താൻ്റെ കേന്ദ്രമാണെന്ന് ഇവിടുന്ന് ഇത് മാറ്റണമെന്നും നമ്മുടെ സംവിധാനം വരണമെന്നൊക്കെ പറയുന്ന ഒരുത്തനെ, അവൻ മലയാളത്തിലാണ് പറയുന്നത്, പക്ഷേ മലയാളവും ഹിന്ദിയൊക്കെ അറിയാവുന്ന ഒരുത്തൻ അത് കേട്ടിട്ട് ആ വിശ്വാസികളോട് ഇത് പറഞ്ഞു കൊടുത്താൽ എന്താണോ സംഭവിക്കുക ഇതൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും. മുൻപൊക്കെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവരവരുടെ മതം പറയുന്നതല്ലേ, അങ്ങനെ തല്ലേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ വാർത്തകളും ഇതിൻ്റെ വസ്തുതകളും അറിയുമ്പോഴാണ് ഇവർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മേടിക്കുന്നതാണ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മറ്റു മതസ്ഥൻ ഒരു സൗഹൃദ സന്ദർശനമൊക്കെ നടത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അടുക്കെ കയറി വന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ലെന്നും നിങ്ങൾ ചെകുത്താനെയാണ് വിശ്വസിക്കുന്നതെന്നും നിങ്ങൾ അത് വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ എത്ര പേരത് സഹിഷ്ണുതയോടെ കേട്ടുകൊണ്ടിരിക്കും. മുൻപൊക്കെ വളരെ സഹിഷ്ണുതയോടെ കേൾക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും മതസ്വാതന്ത്ര്യത്തിൽ പെടുന്ന സംഗതിയല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് ആരൊക്കെയോ. ഇതാണോ മതസ്വാതന്ത്ര്യം? ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ല, നിങ്ങളുടെ മതം ശരിയല്ല, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരും, ഞങ്ങളുടെ ദൈവമാണ് ശരി എന്നൊക്കെ പറയുമ്പോൾ ഇത്ര കാലവും ആളുകൾ കൈകെട്ടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതല്ലെന്നേ ചിലപ്പം പ്രതികരിക്കും. നാളെ എൻ്റെ വീട്ടിൽ ഇതുപോലെ പറഞ്ഞു വന്നാലും ഞാൻ ചിലപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചെന്നിരിക്കും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പറ, ഇവനിട്ട് 2 കിട്ടാൻ സർവ്വതാ യോഗ്യനല്ലേ അയാൾ? ഇത് തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത്.